Namaste YouTube, it's your boy JKR here. Welcome back to yet another brand new video. So, ഇന്നത്തെ നമ്മുടെ സ്കീം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പൂജേനെ കൊണ്ട് ഒരു കാക്കനാട് വരെ പോവാം. അപ്പം അവിടെ ചെന്നിട്ട് നമ്മുടെ ഒരു സർപ്രൈസ് വെഡിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം പതിവ് പോലെ തന്നെ റോസ്റ്റിയാണ് വണ്ടി ഓടിക്കണത്. വന്നിട്ടില്ല, അവള് നമ്മളെ തപ്പി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് മഞ്ഞ വഴി കാണുന്നതാണ്. കാണുമ്പോൾ പൂജയുടെ ചിരിയൊക്കെ ഇതാണ് നമ്മുടെ പുതിയ ഷെയ്ഡ്സ്. അതിനോ ഗ്രൂം ചെയ്യാത്തതുകൊണ്ട് തന്നെ മുഖത്ത് വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാവുന്നു. ബട്ട് ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഡീലാവുന്ന പ്രതീക്ഷിക്കാം. എത്ര അരച്ചാലും താളലെ കറിയെന്നുള്ള കമന്റ്സ് കംപ്ലീറ്റ്ലി പാക്ക് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശേഷം അവിടെ ചെന്നു അപ്പൊ നമ്മള് ഡാഡീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തന് 150 രൂപ. ഗൂഗിൾ പേ ആണോ? ഞാൻ അവിടെ പോകാത്തുള്ള അതായത് പൂജ വന്നിട്ടുണ്ട് ഗൈസ്. പൂജ 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 പൂജാട്ടാ പോണത്. ഡാഡി പൂജ ബീറ്റ് ചെയ്ത് വേണ്ട പൂജ ഇത് നോക്കണേ. ഓടിച്ചു വിട്ട് അവനും പോവാ. തന്നെ ഡാഡി പൂജ എടുത്ത് വിട്ടാരായിട്ട് ഓള നോക്കാം. റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേനും ലെഫ്റ്റും നോക്കണം, റൈറ്റും നോക്കണം, പിന്നെ ലെഫ്റ്റ് ഇട്ട് നോക്കിയിട്ട് അപ്പത്തേനും വണ്ടി വന്നു. അപ്പൊ നമ്മളിവിടെ പോകും. അങ്ങനെ ഫൈനലി പൂജ വണ്ടി ഓടിക്കാൻ തുടങ്ങാണ്. എന്താവും എന്നൊക്കെ അറിയാം. പൂജാക്കോ അങ്ങനെ വമ്പൻ ശ്രമത്തിനൊടുവില് നമ്മൾ പൂജേനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക. പൂജക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയാ. പൂജക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര മടിയാ. സോ പൂജയുടെ മുഖത്ത് ഒന്ന് കാണിച്ചു തരാം. ഹായ് പൂജ. പൂജ ഇന്ന് പാർപ്പിക്കൽ സ്പീഡ് മോഡാ. അപ്പൊ എങ്ങനെയാണെന്നറിയാൻ പാടില്ല. 9:30 അവിടെ എത്തണമെന്ന് പറഞ്ഞ സമയം ഇപ്പൊ 9:20 ആയുള്ളൂ. അല്ല, വഴി അറിഞ്ഞോണ്ടാണോ ഈ പോണത്? പിന്നെ വ്ളോഗ് എടുക്കണത് വ്ളോഗ് ഇടാനല്ലേ? അവിടെ ചെന്നിട്ട് സോനേനെ എടുക്കാം. അത് വിഷയമുള്ള കേസല്ലല്ലോ. കാറ് കയറുവാനിക്കിറക്കി ഒന്നുമില്ല. ഞാൻ ബോണ്ടിനൊന്ന് കയറ്റി വിടട്ടെ. ഇതിപ്പൊക്കെ പൂജ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്ളോഗ് എടുക്കുന്ന പൂജയുടെ കോൺസെൻട്രേഷൻ പോണെന്നാ പറയണത്. സത്യം. നീ ക്യാമറ ഇവിടെ നോക്കണ്ടത്. കോൺസെൻട്രേഷൻ പോണു. പൂജയുടെ കോൺസെൻട്രേഷൻ പോണോണ്ട് ഇനി എല്ലാം ബാക്ക് വ്യൂസ് ആണ്. അതെ അതെ അതെ. ഓക്കെ, ലെഫ്റ്റ് 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 ഇതല്ലേ? ലെഫ്റ്റ് ഇത് ലെഫ്റ്റ് ഇത് ഇടതും വലതെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? അല്ലെ അങ്ങനെ പറഞ്ഞുതരാം. ലെഫ്റ്റ് റൈറ്റ് പെട്ടെന്ന് കിട്ടൂലാടാ. എന്താന്ന് അറിയത്തില്ല. അങ്ങനെ കിട്ടൂലെന്ന് പറയണത്. നിനക്ക് എന്നാടി ഒരു ആട്ടം പൂജ? വണ്ടിയുടെ പ്രശ്നമാണ് കേട്ടോ കാര്യം. പൂജക്കുള്ള ആട്ടം വണ്ടിയുടെ പ്രശ്നമാണ്. കംപ്ലീറ്റ്ലി വണ്ടിയുടെ പ്രശ്നം. അല്ലാണ്ട് പൂജക്ക് ആട്ടം ഒന്നുമില്ല. ഓക്കെ. എടി പൂജ, ഇന്ന് എന്നാ ലിപ്സ്റ്റിക് ഇടാണ്ടിരുന്നേ? എടാ ഞാൻ ഫസ്റ്റ് ഇടണം ഓർത്താ. എന്നിട്ടോ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടിയത് ഇട്ടില്ല. അതിന് അവർക്ക് ഇഷ്ടപ്പെടായിക? എനിക്കറിയത്തില്ല. ഞാനേ പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിന് പഠിച്ചിട്ടുണ്ട്. അതിനാ ലിപ്സ്റ്റിക് ഇടരുത്. ഓവർ മേക്കപ്പ് പാടില്ല. ഓവർ മേക്കപ്പ് അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പാസ്പോർട്ടിൽ എന്നാ കാണിച്ചു വെച്ചേണേ? പാസ്പോർട്ടിൽ ഞാൻ കാണിച്ചതല്ല. പിന്നെ ആര് കാണിച്ച? അവരങ്ങനെ ആക്കിയതാണ്. കിറിയില് ക്യൂട്ടൊക്കെ അടിച്ചു വെച്ചാരാ? അവരാണോ? ഏത്? ഓ അതാ. അത് ലിപ്സ്റ്റിക് ഇട്ടതാ. അത് ഫോട്ടോ കുറച്ച് മിന്നാൻ പറ്റിട്ട്. റെപ്യൂട്ടഡ് കമ്പനിയാണ്. പാസ്പോർട്ടിന്റെ ഫോട്ടോ ഞാൻ പേളിൽ പിൻ ചെയ്തേക്കാട്ടോ. അത് നിങ്ങളെ കട്ടോ? പൂജക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാലേ? ഇല്ലാടാ, ഒട്ടും അറിയത്തില്ല.
കാക്കൂർ റൈഡർ ചേട്ടനൊക്കെ നിൽക്കണ്ടോ? ഉണ്ടായിരിക്കും ഞാൻ വല്ല മിണ്ടാണ്ടിരിക്കുന്ന കോൺസെൻട്രേഷൻ പോണു. ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോ തന്നെ ഒരു റൈറ്റ് വലത്തോട്ട് വരും, അങ്ങോട്ട് തിരിയണം കേട്ടോ. ഓ മൈ ഗോഡ്, ഭയങ്കര പാടാ. പറയാ വലത്തോട്ട് തിരിയണ്ടപ്പോ പറയാം. കൈ കാരണം എനിക്ക് വണ്ടി നീ കാണത്തില്ല. അങ്ങ് പോട്ടടി, പുറകെ വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഓർമ്മയുണ്ടല്ലോ. പോട്ടെ. ആ ട്രാവലർ കഴിഞ്ഞ ആ ബോർഡ് കണ്ടോ, പുക പരിശോധന കേന്ദ്രം എന്നുള്ളത്, അങ്ങോട്ട് വലത്തോട്ട് പോട്ടെ. ഇവിടെ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങ് തിരിഞ്ഞോ പൂജ. നിന്റെ കാക്കൂരല്ല, തിരിയടി അങ്ങോട്ട്. കൈ കറക്കാറ്റില്ല. അങ്ങോട്ട് തിരിയേണ്ടതിന് വരെ ഒരു തീ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പട്ടാന്ന്. ലെയ്ലാൻഡ് ലോറി വളയ്ക്കാനില്ലാട്ടോ ഇത്രയും കഷ്ടപ്പാട്. നിനക്ക് വണ്ടി ഓടിക്കാന്ന് ഒരു 2 മിനിറ്റ് മുമ്പ് ഞാൻ ഇതിനകത്ത് പറഞ്ഞോളൂ. അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കെ. അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കെ. അത് കട്ട് ചെയ്ത് കളയാം, എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയണ്ട്. എന്റെ മുഖം വരുന്നത് കട്ട് ചെയ്ത് കളാ. പൂജയുടെ ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് വേണം എനിക്ക് തമ്മിലാക്കാനായിട്ട്. വണ്ടിക്കാട്ടോ കട്ടയ്ക്ക് കട്ടയ്ക്കോ? അത് നിങ്ങളുടെ കാക്കൂരായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായേനെ? നല്ലതായിരുന്നു. കാക്കൂര് ഗുഡാണ്. മഡ് റേസിന്റെ നാട്ടിൽ നിന്ന് വന്നതാണ് കൈ. മഡ് റേസിന്റെ കാക്കൂർ മഡ് റേസ് എന്ന് പറയാം. അല്ല കാക്കൂർ വണ്ടി വളക്കണില്ലേ? പറമ്പിട്ട് പോവാണോ? വളച്ചതല്ലേ കണ്ടേ? അതാണോ വളച്ചത്? പൂജ എനിക്ക് അറ്റാക്ക് തരല്ലേ നീ? നോ, നീ എന്റെ ഒപ്പം പേടിച്ചിരിക്കണം. എന്ത് കുഞ്ഞു വഴിയത്? എന്ത് കുഞ്ഞു വഴിയത്? ഇത് ഷോർട്ട് കട്ടാ. ഓഹോ, ഓക്കെ. നമ്മളിങ്ങനെ ബാക്കി അവിടെ ചെന്നിട്ട് പോണ വഴിക്കുള്ള എങ്ങോടാ? കണ്ടന്റ് ഉണ്ടാക്കാനോ? ഇല്ലേടാ പൂജ, നിന്നെ വിറ്റ് ചെയ്യാൻ കണ്ടന്റ് ആക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ടെന്നോ? പൂജ, നിനക്ക് സ്ഥലം അറിയില്ല. നിനക്ക് സ്ഥലം പറഞ്ഞു തരാനായിട്ട് നീ എന്നെ വിളിച്ചോണ്ട് ഞാൻ വന്നല്ലേ? ചേട്ടൻ വലത്തേക്കാ. നിനക്ക് സ്ഥലം വഴി അറിയില്ല, എങ്ങനെയാടാ പോണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് വഴി പറഞ്ഞു തരാൻ ഞാൻ വന്നല്ലേ? അത് കണ്ടന്റ് ആക്കുമെന്ന് തോന്നുന്നുണ്ടോ? വഴിയൊക്കെ അറിയാട്ടോ. കാക്കൂരിന്ന് കോലഞ്ചേരി പോണ റൂട്ടില്ലേ? കാക്കൂരിന്ന് കോലഞ്ചേരി പോണ റൂട്ട്. പുത്തൻകുരിശ് എന്നിട്ട് അവിടെ നിന്ന് ചൂണ്ടി. പുത്തൻകുരിശ് എന്നിട്ട് അവിടെ നിന്ന് ചൂണ്ടി. ഞാൻ മറന്നുപോയി. പുത്തൻകുരിശ് എന്നിട്ട് എനിക്ക് ഇന്നലെ ഒരു ചേട്ടായി വഴി പറഞ്ഞു തന്നായിരുന്നു. ചേട്ടായി വഴി പറഞ്ഞു തന്നായിരുന്നോ? ഒരു ചേട്ടായി, ഒരു ചേട്ടായി, 2 ചേട്ടായി എത്താത്ത മോശം. എന്നിട്ട് പുത്തൻകുരിശിന്ന് ചൂണ്ടി എന്നിട്ട് അതെനിക്ക് ബാക്കി ഗൂഗിൾ മാപ്പ് ഇട്ട് പോകണം. എന്നാ പിന്നെ നിനക്ക് കാക്കൂരിനെ ഗൂഗിൾ മാപ്പ് ഇട്ടാ പോരെ? അതിടാലോ. അപ്പൊ ഗൂഗിൾ മാപ്പ് നീ എങ്ങനെയാ വണ്ടി ഓടിക്കുമ്പോ നോക്കണേ? ഞാൻ ഇടയ്ക്ക് നോക്കും. ഇപ്പൊ ഇട്ടേക്കണ ഉടുപ്പിന് എന്താണേലും പോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ നീ എങ്ങനെയാ നോക്കണം? പോക്കറ്റുള്ള ഉടുപ്പിട്ടോണ്ട് വരും. ഓ, ഗൂഗിൾ മാപ്പ് നോക്കണമെങ്കിൽ പോക്കറ്റുള്ള ഉടുപ്പിട്ടോണ്ട് വരും. അല്ലെങ്കിൽ ബാഗിന്റെ സൈഡിലിടും. ബാഗിന്റെ സൈഡില്. സോ ബ്രില്യന്റ് കേട്ടോ പൂജ, സോ ബ്രില്യന്റ്. ഇത്രയും ബുദ്ധിയുള്ള ഒരു കൂട്ടുകാരി എനിക്കുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് അഭിമാനം. കൂട്ടിക്കൊണ്ടിടുവോ? ഇവിടെ ഹമ്പുണ്ടോ നോക്കിട്ടോ? അവിടെ ഹമ്പൊന്നുമില്ല, റോഡ് കുറച്ച് മോശാന്ന് മാത്രം. നോക്കി അങ്ങ് പോയാ മതി. സോനയുടെ വീട്ടിലേക്ക് കൂടെ വഴിക്കില്ലടാ, ഒരു കുഞ്ഞി പോക്കറ്റ് റോഡാട്ടോ. അവിടെ തന്നെ 3 ഹമ്പുണ്ടടാ. അതിനതിനാ ഇവളെയൊക്കെ പേടിച്ചിട്ടായിരിക്കും. അറിയത്തില്ല, ഞാൻ നന്ദു ചോദിച്ചത് എന്തിനാണ് ഈ ആദ്യത്തെ വഴി കൂടെ ഒക്കെ ഹമ്പ് കൊടുത്തേക്കണേ. അതൊരു വെറൈറ്റി. പഞ്ചായത്തിന് ഫണ്ട് അങ്ങോട്ട് കൂടി കഴിഞ്ഞപ്പോഴത്തേന് എന്താണേലും ടാർ ബാക്കി വന്നല്ലോ, അങ്ങനെ വളതായി. ഇപ്പൊ നീ സോനടുത്ത് പറഞ്ഞോ? എന്താടാ ഒന്ന് വന്ന കാര്യം? ഞാൻ വിളിച്ചായിരുന്നു എന്നല്ലേ. അന്നേരം എന്നാ വിളിച്ചില്ലായിരുന്നോ? ഹോസ്റ്റലിലാണോ അവള്? എങ്ങോടാ? നേരെ ഹോസ്റ്റലിലാ. ഫുഡൊന്നുമില്ല. ഫുഡില്ലേ? അതിനപ്പൊ പട്ടിണി കിടക്കുവാ? നോ, അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ. 3000 രൂപ. ഫുഡ് രാവിലെ ഒന്നും കഴിക്കത്തില്ല അത്. അപ്പൊ ഞാൻ പറഞ്ഞു വല്ലേ, ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഉണ്ടോ അവിടെ? ഗ്യാസ് ഉണ്ടടാ, ഹോസ്റ്റലിൽ ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് ഞാൻ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ഗ്യാസാന്ന് തരുന്നത്. പട്ടിയെ വിശ്വസിക്കാൻ കൊള്ളൂല. പെട്ടെന്നായിരിക്കും മട്ടൻ ചേർന്നതേ വന്നു. മുള്ളിക്കൊണ്ടിരിക്കണ പട്ടിയെ നോക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. ആ പട്ടിയോടെ മുള്ളിട്ട് അങ്ങ് പോയില്ലേ? ഇതൊക്കെ യൂട്യൂബിൽ വരും, എല്ലാ യൂട്യൂബിൽ വരും. പൂജയുടെ മുഖം വ്യക്തമായിട്ട് കാട്ടെ. കൈ വിട്ട് മോന്തെ ഒന്നും പൊത്താൻ നിക്കരുത്, തലേ കുത്തി വീഴും. അപ്പൊ കാണിക്കട്ടെ, ഈ സാധനം ഒന്ന് കഴിയട്ടെ. മാസ്ക് വെച്ചോണ്ട് വന്നാ മതിയായിരുന്നു. എന്നിട്ടോ? അതാണ് നീ മുഖം പിടിക്കില്ലായിരുന്നു കേട്ടോ. അതാണ് നീ ഫേസ് കാണിക്കത്തില്ല. ഞാൻ തമ്മിലില് നിന്റെ ഫോട്ടോയാണല്ലോ ഇടണത്.
എന്റെ ഫോട്ടോ ഒക്കെ ബ്ലർ ചെയ്തിടണേ. ബ്ലർ ചെയ്തിടണേ. ബ്ലർ ചെയ്തിടണം. നിന്റെ ഫോട്ടോ ബ്ലർ ചെയ്തിടും. ഇടണം. ഇടും കേട്ടോ. ഇവളുടെ മുഖം നമ്മൾ എന്താണേലും ബ്ലർ ചെയ്തിടും. ഓക്കെ. ഇത് നീളത്തില്ല. 2023 വരെ ബുദ്ധി ഉണ്ടായിരുന്ന, അത് കഴിഞ്ഞപ്പോ PG കയറുന്ന, അതുകൊണ്ട് ബുദ്ധി പോയി. അപ്പൊ ബുദ്ധി പോയത് സമ്മതിച്ച് കുറച്ച് എന്നിട്ടാണോ നീ ട്യൂഷൻ എടുക്കണത്? ട്യൂഷൻ അങ്ങനെ എടുക്കുന്നു. കൊച്ചിന് കണക്ക് പരീക്ഷയല്ലേ? എന്ത് പൊല്യൂഷനോ? കൊച്ചിന് പരീക്ഷ മാത്സിന്റെ. ജയിക്കോ? എനിക്കറിയത്തില്ല. അതിന് മൈനസും പ്ലസും ഒക്കെ മാറിപ്പോ. മൈനസും അത് ചിലപ്പോ മൈനസ് ചെയ്ത് വെക്കും. മൈനസ് ചെയ്ത് വെക്കുന്നോ? മൈനസ് പ്ലസ് അല്ലേടാ? മൈനസ് പ്ലസോ? എടാ -5 പ്ലസ് -5 എന്ന് പറഞ്ഞാൽ എത്രയാ? -10 അല്ലേ? ആ കൊച്ചിന് മൈനസും പ്ലസ് മാറിപ്പോകുന്നേ. എന്തിനാ? എടാ അതിന് കൺഫ്യൂഷൻ ആടാ. അത് പഠിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. നമ്മളെ പോലെ പിന്നെ കറക്റ്റാ കുഴിയുടെ പച്ചേക്കാട്ടോ പോണത്. ചേച്ചി എന്നാടി അങ്ങനെ നോക്കണത്? പൂജയുടെ സൗന്ദര്യത്തെ ആ ചേച്ചി അങ്ങനെ എനിക്ക് ഇവിടെ കണ്ണാടി വളർന്നുണ്ട്. ഇടത്തോട്ട് തിരിഞ്ഞോട്ടോ. ഈ ഇടത്തോട്ട് തിരിഞ്ഞു പറയണ്ടേ? അങ്ങ് എത്തിയിട്ട് പറഞ്ഞാ പോരെ? എനിക്ക് ഇൻഡിക്കേറ്റർ നേരത്തെ ഇടണം. ഇൻഡിക്കേറ്റർ ബാക്കിലുണ്ടെന്നോ? എനിക്ക് ഇൻഡിക്കേറ്റർ നേരത്തെ ഇടണോടാ. ഇൻഡിക്കേറ്റർ നേരത്തെ ഇടണം. അവിടെ നിന്ന് നമ്മളൊരു 1 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്യേണ്ടി. ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ടോ. 1 കിലോമീറ്റർ ആണോ? വേണ്ട. അത്ര ഉണ്ടോ? ആ കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് എങ്ങ് പോട്ടെ. ആ കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് അപ്പൊ തന്നെ റൈറ്റ് ഇട്ട് തരണം കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ്. ഇപ്പൊ ചെല്ലണോടത്തുനിന്ന് ലെഫ്റ്റ് മെയിൻ റോഡിൽ കയറി. ഇപ്പൊ ആ സ്കൂട്ടർ പോയാണ്ടോ അന്ത വഴി. ഇൻഡിക്കേറ്റർ എന്തിനാ? ഉണ്ടാവും അറിയാൻ പാടില്ല. ഈ നാട് ഫുള്ള് ബ്ലോക്ക് ആക്കിട്ട് വണ്ടി വരണ്ടോ നോക്കിയിട്ടാണോ എടുത്തത്? അങ്ങ് തിരിയടി. അയ്യോ എന്തുവാ ഇപ്പൊ കാറ് തൂത്തോണ്ട് പോയാൻ എന്തു ആടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ട് ബാക്കിലുള്ള കാറ് ഉണ്ടായിരുന്നോ? എന്റെ കൈ കാരണം പൂജക്ക് കാണാൻ പറ്റുന്നില്ല കൈ. അപ്പൊ നമ്മള് കൈ മാറ്റി വെക്കട്ടെ. തലേ കൂടെ വെച്ചിട്ടു. എന്നാ നമ്മള് കാക്കനാട് ഏത് ബ്ലോഗിന്റെ കണ്ടന്റ് ഇതൊന്നും അല്ല. കാക്കനാട് നീ ഉണ്ടാക്കുന്ന ബ്ലോക്കാണ് നമ്മുടെ കണ്ടന്റ്. ഇവിടെ വെച്ച് നിർത്തും. നടന്നാണോ പോണേ? നീ ഓടിക്കും ആണല്ലേ? എനിക്ക് പരിചയത്തെ വഴി കൂടെ പോകുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാകത്തില്ലടാ. അതാ പരിചയമില്ലാത്തോടെ വഴി കൂടെ പോകുമ്പോ ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്? അങ്ങനെയല്ലടാ. ഒന്നുമില്ല. വണ്ടി എങ്ങനെ ഓടിക്കണ്ടേന്ന് മറന്നു പോകും. അങ്ങനെയല്ല. പിന്നെ പെട്ടെന്ന് സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ എവിടെ സിഗ്നൽ. പെട്ടെന്ന് സിനിമയില് ഒന്നുമില്ല. പോ. അല്ല ഞാൻ കേട്ടില്ല പൂജ. എടി ഹെൽമെറ്റ് വെച്ചോണ്ട് കേട്ടില്ല. ഒന്നോടെ പറഞ്ഞേ പെട്ടെന്ന്. എടാ പെട്ടെന്നേ തിരികേണ്ട അടുത്തൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. തിരിയാൻ മനസ്സിലാവില്ല എന്നോ? ഇവിടുന്ന് തിരിയണ മനസ്സിലാവുണ്ടോ? എന്നിട്ട് തിരിഞ്ഞോ? കുഴി ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കും. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് ഞങ്ങളൊരു മാരക എന്താ പറയാ പ്രശ്നത്തിലെത്തിയേക്കുക. ഇതിനൊരു പോംവഴി കാണാണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് നീങ്ങാനും പറ്റില്ല. എന്നായിരുന്നു പൂജ പ്രശ്നം? സോന വന്നില്ല. സോന വരാത്തതിന്റെ അല്ല, പൂജക്ക് കാലില് ചെരുപ്പുകളൊന്നും പാകാവും. ഞാൻ പോവാ. ഏത് കടയിൽ ചെന്നാലും എന്റെ കാലിന് പാകാവാത്ത ചെരുപ്പുകളോ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് ഒരു ബിനാലെ പോലത്തെ ഒരു ചെരുപ്പും മേടിച്ചോണ്ട് വന്നിട്ട്. എന്റെ സൈസ് എത്ര? 9 ഭാഗാവുണ്ടോ? 9 ഭാഗാവുന്നുണ്ട്. ഇന്നത്തെ പുറകോട്ടല്ലേ? 9 കാലിട്ട് കയറ്റിട്ടേ. അപ്പൊ 9 ഭാഗാണ്. ഇതിന്റെ ക്യൂബിക്സിന്റെ സൈസ് 9 എല്ലാ കടകളിലും അടിയന്തരമായിട്ട് സ്റ്റോക്ക് വെക്കേണ്ടതാണ്. കാരണം നമ്മുടെ കൊച്ചിന് ചെരുപ്പ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഇതിനെപ്പറ്റി പൂജയ്ക്ക് 2 വർത്താനം പറയാമോ? ഒന്നുമില്ല. അതിന്റെ പൂജ ഒന്നുമില്ല. ഇവനെന്താ കൊല്ലൂല അനങ്ങണില്ലല്ലോ. ഇപ്പൊ നമ്മൾ ആരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക പൂജ? സോന ആരാ? ചങ്ക് നിന്റെ ചന്തി.
സോനേനെ പറ്റി പറയുവാണെങ്കിൽ ആളെ പറ്റി പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പൊ പൂജ സോനയും ബെസ്റ്റ് ഫ്രണ്ട്സാ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദനേക്കാളും പൂജക്ക് ഇഷ്ടം സോനേനെയാണ്. അങ്ങനെയല്ലേ പൂജ പറഞ്ഞ? ഇത് ഞാൻ നന്ദനക്ക് അയച്ചു കൊടുക്കട്ടെ കേട്ടോ പറഞ്ഞത്. ബാക്കി എന്താണേലും ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൂടെ പോസ്റ്റ് ആയിട്ട് കിട്ടും. ബാക്കി എന്നിട്ട് റെസ്യൂമെ എന്തിനാ നീ കളർപ്പിണ്ടത്? ഫോട്ടോ ഉള്ളതുണ്ട്. ഫോട്ടോ ഉള്ളത് ആധാർ കാർഡിന്റെ കോപ്പി എവിടെ ഇരിക്കണേ? അവരുടെ കോളേജിലാ? റിസപ്ഷനിസ്റ്റ് ചോദിക്കണോ? റിസപ്ഷനിസ്റ്റ് ആധാർ കാർഡിന്റെ കോപ്പി എടുത്ത് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കേട്ടോ. ഞങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാ. നിർത്താൻ എനിക്കൊരു കാര്യം ചോദിക്കണം. ചോദിച്ചിട്ടില്ല. നീ ചോദിച്ചോ? ചോദിക്കത്തില്ല. ചോദിക്കാനുള്ള എന്താന്ന് കേട്ടിട്ട് ഞാൻ ബാക്കി പറയാം. അതെ അതെ. മേളിന്ന് താഴത്തേട്ടൊരു 9 എണ്ണം ഉണ്ട്. ഇപ്പൊ നീ പോയ എണ്ണം കിട്ടും ഏകദേശം. ചേച്ചിയുടെ എടുക്കണോ? അങ്ങനെ സോനേനെ കണ്ടുകൊണ്ടിരിക്കണോ? ഒന്ന് ഡ്രസ് കാണിച്ചേടി. ഒന്ന് ഇത് പുതിയതാന്ന് തോന്നണേ. ചൊക്കർപ്പിരിക്ക് എന്തി?